ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദുക്കൾക്കുമെതിരെയുള്ള അക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ബിജു സൂര്യ അധ്യക്ഷനായിരുന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പുനലൂർ ഹരി ഉദ്ഘാടനം ചെയ്തു. പ്രദീപ് ശിവൻകോവിൽ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ അജയൻ, മോഹനൻ മാത്ര, ലിജു ത്യാഗരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം, കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ശശി എന്നിവർ സംസാരിച്ചു. അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി അറിയാം. അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ ബംഗ്ലാദേശിന്റെ വിഭജനവുമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്നും ആ വിഭജന സമയത്തുമൊക്കെ ഈ ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഭാരതത്തിന്റെ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം ബംഗ്ലാദേശ് ഓർക്കുന്നുണ്ട്. അവിടെയുള്ള ഹിന്ദു സമൂഹത്തെ, ഒറ്റപ്പെട്ട രീതിയിൽ കഴിയുന്ന ഹിന്ദു സമൂഹത്തിലുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ അമ്പലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിലുള്ള അക്രമത്തിലൂടെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് ബംഗ്ലാദേശിലുള്ളത്. അങ്ങനെ അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ ആളുകൾ ആ സമൂഹത്തെ അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ മുന്നണികൾ ഏത് തരത്തിലാണ് ഈ സമൂഹത്തെ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.